ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സോയ ചങ്ങ വെച്ചിട്ട് നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല പരട്ടി നല്ല വരട്ടി വെക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് ആദ്യം തന്നെ പറയാം. നമ്മൾ സോയ ചങ്ങ ഇത് ഞാൻ കാണിക്കുന്നില്ല, വെറുതെ ഇതിന്റെ ലെങ്ത് കൂട്ടണ്ട, നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ടാണ്. സോയ ചങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ പല രീതിയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതായത് തിളപ്പിച്ചിട്ട് സോയച്ചങ്ങ് തിളപ്പിച്ച് നോക്കിയിട്ടുണ്ട്. അതായത് ആദ്യത്തെ സോയച്ചങ്ങിന്റെ പ്രപ്പേ പല രീതിയിൽ ചെയ്തിട്ടും എനിക്കിഷ്ടമായത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് സോയച്ചങ്ങ് ഇട്ടിട്ട് പിന്നെ തിളപ്പിക്കണ്ട, എന്നിട്ട് അടച്ച് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് നല്ലോണം പിഴിഞ്ഞെടുക്കുന്നതാണ് എനിക്ക് അതിന്റെ ഇപ്പം മറ്റേതെന്താണെന്ന് അറിയോ, ഈ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ വല്ലാണ്ട് സോഫ്റ്റ് ആവും, ഓവർ സോഫ്റ്റ് ആവും. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഹാർഡാവും. ഇങ്ങനെ ആവുമ്പോൾ പാകത്തിനുള്ള ആ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ ആയിട്ട് വരുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അത് അങ്ങനെ ചെയ്ത് വെച്ച് സോയാച്ചങ്ങാണ് ഇത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, നീളത്തിലരിഞ്ഞത്, ബോംബായി ഉള്ളി എടുത്തിട്ടുണ്ട്, അതും നീളത്തിലരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. എല്ലാം നീളത്തിലരിഞ്ഞതാട്ടോ വേണ്ടത്. ചുവന്നുള്ളി ഇല്ലാച്ചാൽ കുഴപ്പമില്ല, പക്ഷെ ചുവന്നുള്ളി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് വരും. എല്ലാവർക്കും അറിയാലോ, അതിന്റെ ടേസ്റ്റ് കൂടും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, കാരണം നമ്മൾ ഇത് എടുക്കുന്നുണ്ട്, ചിക്കൻ മസാല എടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കുരുമുളക് പൊടിയും വേണം. പിന്നെ ഒരു തക്കാളി, ഒരു തക്കാളി കഷ്ടിയാണ്. അത് നമ്മൾ ക്വാണ്ടിറ്റി എത്ര സോയച്ചങ്ങ എടുക്കുന്നു എന്നുള്ള അനുസരിച്ച്. ഞാനിപ്പോൾ ഒരു 3/4 തക്കാളി എടുത്തിട്ടുള്ളത്, വലിയൊരു തക്കാളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത്. പിന്നെ വേണ്ടത് ഇത് പറയാൻ മറന്നു, നമ്മുടെ പെരിഞ്ജീരകത്തിന്റെ പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്. അപ്പം പിന്നെ വെളിച്ചെണ്ണ, ഓഫ് കോഴ്സ് വെളിച്ചെണ്ണ വേണം, ഞാൻ ഇവിടെ വെച്ചിട്ടില്ല ആസ് യൂഷ്വൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് പെട്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് ചട്ടി ആകുമ്പോൾ പിന്നെ അടി പിടിക്കുന്ന പ്രശ്നമില്ലല്ലോ, നമുക്ക് നന്നായിട്ട് വരട്ടി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. മറ്റേ അലുമിനിയോ ഇരുമ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ വേണം ഇതിന്, നല്ല ടേസ്റ്റ് വരിക. എന്തായാലും അതൊന്ന് മെൽറ്റ് ആവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ മെൽറ്റായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയായാൽ മതി. വെളുത്തുള്ളി വല്ലാണ്ട് ബ്രൗൺ ആവുമൊന്നും വേണ്ട കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളിയും വലിയ ഉള്ളി ഇതും കുറച്ച് കരുവേപ്പില, ഫുള്ളായിട്ട് ഇടണ്ട, കുറച്ച് കരുവേപ്പിലയും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കാം. ഉള്ളി പെട്ടെന്ന് ആയി കിട്ടാനേ നമുക്ക് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് വാടി വരട്ടെ, അത്ര നേരം നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ സംഭവങ്ങൾ വഴറ്റിയപ്പോ തന്നെ. എന്തായാലും ഈ ഒരു പാകെത്തുമ്പോ, അതായത് നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ട്രാൻസ്ലൂസന്റ് ആവുമ്പോ നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച പൊടികൾ, അതായത് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, അതേപോലെ ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഇതെല്ലാം ഇടാം. അതായത് നമ്മുടെ പെരിഞ്ജീരകം ഒഴിച്ച് ബാക്കി എല്ലാ പൊടികളും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം.
പൊടികളൊക്കെ ഇടുമ്പോൾ ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റിയിട്ടോ. പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച തക്കാളി ഇട്ടിട്ട് ഒന്ന് ഇത് വടി വരുമ്പോ നമുക്ക് എടുത്തു വെച്ച സോയച്ചങ്ങും കൂടെ ഇടാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ആവട്ടെ. തക്കാളിക്ക് ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ട് കഴിയുന്നതും അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി എടുക്കുക നല്ലത് കേട്ടോ. തക്കാളി മറ്റേ നമ്മുടെ സോയന്റെ ഒപ്പം ആയാലും കുഴപ്പമില്ല. അപ്പം സോയച്ചങ്ങ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു നുള്ളു വെളിച്ചെണ്ണയും കൂടെ ആക്കാം. നന്നായി മിക്സ് ആയിട്ട് ഇനി നമുക്ക് കുറച്ചു നേരം ഇത് അടച്ചു വെച്ച് വേവിക്കും. നമ്മളുടെ തക്കാളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി നന്നായി മിക്സ് ആവും. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഒരു തുള്ളി വെള്ളം പോലും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതേ പറഞ്ഞ എടുക്കുമ്പം തക്കാളി കുറച്ച് പഴുത്ത തക്കാളി എടുക്കുക നല്ലത്. മറ്റേത് വെള്ളം അധികം അത്യാവശ്യം പച്ചയൊക്കെ ആണെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം പോലും ഇറങ്ങില്ല. അപ്പൊ നമ്മളിത് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ നന്നായിട്ടൊന്ന് ഈ ഉള്ളിയും ഇതൊക്കെ പാടൊന്ന് നന്നായിട്ട് മിക്സ് ആവും ചെയ്യട്ടെ. ഓക്കെ, ഇപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ച് എടുത്തു വെച്ച മാറ്റി വെച്ച കരുവേപ്പിലയിൽ കുറച്ചും കൂടെ ഇതിലേക്ക് ഇടാം, ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. വീണ്ടും അടച്ചു വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇളക്കുന്നുണ്ടായിരുന്നേ, നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് തുറന്ന് ഇളക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, നല്ലോണം കുഴഞ്ഞ് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കാം കേട്ടോ. തുറന്നു വെച്ചും കൊണ്ട് തന്നെ നന്നായിട്ട് ഫുൾ ടൈം ഇളക്കാനല്ല, തുറന്നു വെച്ച് നന്നായിട്ട് അത് വലിയട്ടെ. എന്നാലേ നല്ലോണം ആ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് അങ്ങോട്ട് സെറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിത് തുറന്നു വെച്ചിട്ട് ആ സമയത്ത് നമുക്ക് ഇതും കൂടി ഇടാം. അതായത് പെരുംജീരകം പൊടി നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ, അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്താ പറയാ, ഡ്രൈ ആവാൻ വെക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിടണം. എന്നിട്ട് നമുക്ക് സിമ്മിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് എടുക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് ആയിണ്ട് കേട്ടോ. നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് ഒരു കാര്യം ചെയ്യേണ്ടത്, അത് എപ്പോഴും ഏതൊരു നമ്മുടെ മലയാളി ഡിഷ് അല്ലെങ്കിൽ കേരള ഡിഷിനും ഒരു ടേസ്റ്റ് കൊടുക്കുന്നതാണ്. ലാസ്റ്റ് കുറച്ച് കരുവേപ്പില വിതറുക, എന്നിട്ട് ഒരു നുള്ളെങ്കിൽ ഒരു നുള്ള് വെളിച്ചെണ്ണ അതിന്റെ മേലെ കൂടെ ആക്കുക. ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം അത് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും ഒക്കെ കൊടുക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പൊ ഇതാ നമ്മുടെ ടേസ്റ്റി സോയ ചങ്ക് പെരട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. ശരിക്കും നമുക്കൊരു നോൺ വെജ് ഐറ്റത്തിനൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ നോമ്പൊക്കെ ഉള്ള സമയത്ത് വേണമെങ്കിൽ ഇങ്ങനത്തെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.